ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാണി പാർവതിബായി വരെ അല്ലേ, നമ്മൾ തിരുവിതാംകൂറിന്റെ ഹിസ്റ്ററി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റാണി ഗൗരി പാർവതിബായി വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് സ്വാതി തിരുനാളിന്റെയാണ്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ 5ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള മെയിൻസിന്റെ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഓക്കെ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒട്ടും വൈകിയിട്ടില്ല. നമ്മൾ NCERT SCERT എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക, ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സ്വാതി തിരുനാളാണ് കേട്ടോ. സ്വാതി തിരുനാളിന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ആദ്യം എന്ന് പറയുന്നത് സ്വാതി തിരുനാൾ അല്ലെ, അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1829 മുതൽ 1846 വരെയാണ് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? യഥാർത്ഥ നാമം എന്ന് പറയുന്നത് രാമവർമ്മ എന്നുള്ളതാണ്. ഓക്കെ, സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ നാമമാണ് രാമവർമ്മ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പ്രധാന പേരുകൾ എന്തൊക്കെയാണ്? അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പ്രധാന പേരുകളാണ് ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, അതുപോലെ തന്നെ സംഗീതജ്ഞരിലെ രാജാവ് എന്ന് പറയുന്നത്. എന്താണ്? ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, അതുപോലെ തന്നെ സംഗീതജ്ഞരിലെ രാജാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ കാലഘട്ടം, അതായത് സ്വാതി തിരുനാൾ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് എന്താണെന്നറിയോ? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം. ഓക്കെ, തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നാണ് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത്. കാരണം ഒരുപാട് കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഭരണവും നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. എന്താണ്? ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കുന്നത് നമ്മുടെ സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ്. ഓക്കെ, അടുത്ത എന്താണ്? മുൻസിഫ് കോടതികൾ. അപ്പൊ തിരുവിതാംകൂറില് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? സ്വാതി തിരുനാളാണ്. എന്താണ് ഈ മുൻസിഫ് കോടതികൾ എന്ന് പറയുന്നത്? നമ്മുടെ ഈ പെറ്റി സിവിൽ കേസുകൾ ഉണ്ടാവുമല്ലോ, അതായത് പെറ്റി സിവിൽ കേസുകൾ, പോലീസ് കേസുകൾ, അപ്പൊ ഇതൊക്കെ കേൾക്കാനായിട്ട് മുൻസിഫ് കോടതികൾ, ഓക്കെ, അതായത് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചിട്ട് നീതിന്യായ ഭരണം പരിഷ്കരിച്ച ഭരണാധികാരിയാണ്. എന്താണ്? നമ്മുടെ പെറ്റി സിവിൽ കേസുകളും അതുപോലെ തന്നെ പോലീസ് കേസുകളും കേൾക്കാനായിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് നീതിന്യായ ഭരണം പരിഷ്കരിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? ഹജൂർ കച്ചേരി. ഹജൂർ കച്ചേരി എന്ന് പറയുന്നത് ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇദ്ദേഹമാണ്. ഹജൂർ കച്ചേരി എന്ന് പറയുന്നത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അദ്ദേഹമാണ്. ഓക്കെ, അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചു. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിക്കുന്നത് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ പറയാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആധുനിക ലിപി വിളംബരം. എന്താണ്? ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ് കേട്ടോ. ആധുനിക ലിപി വിളംബരം എപ്പോഴാണ് നടപ്പിലാക്കിയത്? 1837 കേട്ടോ. 1837 നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്? ജലസേചന വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ചിത്തിര തിരുനാളാണ്. സ്വാതി തിരുനാളാണ്. വാന നിരീക്ഷണ കേന്ദ്രം. എന്താണ്? വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നതും സ്വാതി തിരുനാളാണ്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ സെൻസസ്, ഓക്കെ, തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടത്തുന്നത് ആരാണ്? ശ്രീ സ്വാതി തിരുനാളാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെൻസസ് നടന്നത് എപ്പോഴാണ്? 1836 കേട്ടോ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് എപ്പോഴാണ്? 1836. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാന വേറൊരു പേര് എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മുടെ സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും. എന്താണ്? സംഗീതജ്ഞരിൽ രാജാവും അതുപോലെ തന്നെ രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന ആളാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിന്റെ സേനയുണ്ടല്ലോ, തിരുവിതാംകൂർ സേന, ആ സേനയ്ക്ക് നായർ ബ്രിഗേഡ്, ഓക്കെ, നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, തിരുവിതാംകൂറിന്റെ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണും കേട്ടോ. മലയാളം ടൈപ്പിംഗ് ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ചില മിസ്റ്റേക്കുകൾ കാണും. ഓക്കെ, അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിന്റെ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാമ്പിൽ, ഓക്കെ, ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ രാജാവ്, ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആദ്യത്തെ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്.
രാജാവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ അല്ല കേട്ടോ, തിരുവിതാംകൂർ രാജാവ്, അതായത് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂറിന്റെ രാജാവ്, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് സ്വാതി തിരുനാളാണ്. ഓക്കെ, അതുപോലെ തന്നെ 1837 റവന്യൂ സർവേ, ഓക്കെ, എന്താണ് 1837 റവന്യൂ സർവേ ആരംഭിച്ചു. അപ്പൊ എന്താണ് റവന്യൂ സർവേ? അതായത് നമ്മുടെ ഈ നിലം, അതുപോലെ തന്നെ പുരയിടങ്ങൾ, ഇതെല്ലാം കൂടെ അളന്ന് തിട്ടപ്പെടുത്തുക. ഓക്കെ, അളന്ന് തിട്ടപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങുകൾ, അതുപോലെ മറ്റു ഫലവൃക്ഷങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നുള്ള ആദായത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കുക. എന്താണ് നികുതിയുടെ തോത് നിർണ്ണയിക്കുക? ഒന്നുകൂടെ പറയാം, നമ്മുടെ നിലം, അതുപോലെ തന്നെ പുരയിടങ്ങൾ, ഓക്കെ, ഇവ അളന്ന് തിട്ടപ്പെടുത്തുക. അതുപോലെ തന്നെ തെങ്ങുകളിൽ നിന്നും മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നുമുള്ള ആദായത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കുക. നികുതിയുടെ തോത് നിർണ്ണയിക്കുന്നതിനുമായിട്ട് 1837 റവന്യൂ സർവേ ആരംഭിച്ചത് ആരാണ്? ശ്രീ സ്വാതി തിരുനാളാണ്. ഓക്കെ, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. ഓക്കെ, അതുപോലെ തന്നെ 18ലധികം ഭാഷകൾ അദ്ദേഹത്തിന് അറിയുമായിരുന്നു. ഓക്കെ, 18ലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പബ്ലിക് ലൈബ്രറി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഓക്കെ, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെന്റ് പ്രസ്, സിവിൽ ഹോസ്പിറ്റല്, കുതിരമാളിക എന്നിവ നിലവിൽ വരുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. എന്തൊക്കെയാണ്? പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെന്റ് പ്രസ്, സിവിൽ ഹോസ്പിറ്റല്, കുതിരമാളിക, ഓക്കെ, എന്നിവ നിലവിൽ വരുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന കവി എന്ന് പറയുന്നത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയുണ്ട്. എന്താണ്? നമ്മുടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണല്ലേ. ഓമനത്തിങ്കൾ കിടാവോ എഴുതിയിട്ടുണ്ടായിരുന്നത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. അദ്ദേഹം ശ്രീ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖ കവിയായിരുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് എന്നാണ്? 1834 നമ്മുടെ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, 1834 തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാഭ്യാസം, ഓക്കെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവ രണ്ടും ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. ഓക്കെ, അപ്പൊ അപ്പോഴേ പറഞ്ഞതുപോലെ 1837 ഒരു ലിപി വിളംബരം നടത്തിയത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ്. മോഹിനിയാട്ടം ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ തനത് നൃത്തമാണ് അല്ലെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ മോഹിനിയാട്ടം വളർന്നു വന്നതും അതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തതും നമ്മുടെ സ്വാതി തിരുനാളാണെന്നാണ് പറയപ്പെടുന്നത്. ആരാണെന്നാണ് പറയപ്പെടുന്നത്? സ്വാതി തിരുനാളാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മോഹിനിയാട്ടം വളർന്നു വന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ഭാഗത്ത് നടത്തി വരുന്ന നവരാത്രി സംഗീതോത്സവം, എന്താണ്? നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഓക്കെ, അപ്പോൾ 1846 ഡിസംബർ 23 അദ്ദേഹം നാട് നീങ്ങുന്നത്. ഓക്കെ, അപ്പൊ പണ്ടത്തെ രാജാക്കന്മാരുടെ മരണം നമ്മൾ മരിച്ചു എന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ പറയില്ല. നമ്മൾ പറയുന്നത് എന്താണ്? നാട് നീങ്ങി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ അദ്ദേഹം ഇത്രയും നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹം നാട് നീങ്ങുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 33 വയസ്സിലാണ്. ഓക്കെ, 33 വയസ്സിലാണ് സ്വാതി തിരുനാള് നാട് നീങ്ങുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ കേട്ടോ, അതായത് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ, ഓക്കെ, ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1838 എപ്പോഴാണ്? 38 അല്ല കേട്ടോ, 39 എപ്പോഴാണ്? 39 കൊണ്ടുവരുന്നത് നമ്മുടെ ശ്രീ സ്വാതി തിരുനാളാണ്. 1839 നമ്മുടെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ കൊണ്ടുവരുന്നത് ആരാണ്? ശ്രീ സ്വാതി തിരുനാളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് 1813 കേട്ടോ. 1813 സ്വാതി തിരുനാള് ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ രാമവർമ്മ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പോയിന്റ്സ് ആയിട്ട് തന്നെ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാതി തിരുനാൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ആരാണ്? അടുത്തെന്ന് പറയുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1847 ടു 1860 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്? 1847 ടു 1860. ഓക്കെ, അപ്പോ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എപ്പോഴാണ്? കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഉഴിയവേല നിർത്തലാക്കി. അപ്പൊ ഉഴിയവേല അഥവാ ഉഴിയം വേല എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ അടിമകൾ ഉണ്ടാവുമല്ലോ അന്നത്തെ കാലത്ത് അടിമകൾക്ക് അവരുടെ മക്കൾക്ക്, ഓക്കെ, എന്താണ് അവരുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കി. അതായത് നമ്മുടെ അടിമകളുടെ മക്കൾക്ക്
സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് നടപ്പിലാക്കിയതാണ് ഉഴിയം വേല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഉഴിയം വേല നിർത്തലാക്കുകയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പൊ ഇതിന്റെ വേറൊരു മീനിങ് ആയിട്ട് പറയുന്നത് ഈ കൂലി ഇല്ലാതെ ജോലി ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ കൂലി ഇല്ലാതെ ജോലി ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, അതും നിർത്തലാക്കിയത് ഈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് കേട്ടോ. ഈ ഉഴിയം വേല എന്ന് പറയുമ്പോൾ അതും കൂടെ ഇൻക്ലൂഡഡ് ആവും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ, ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റും ആയിട്ടുള്ളത് എന്നാണ്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകി 1859 ജൂലൈ 26 വിളംബരം പുറപ്പെടുവിച്ചു. എപ്പോഴാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകി? 1859 ജൂലൈയിൽ 26 വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, 1859 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഓക്കെ, 1859 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ആരംഭിക്കുന്നത് ഉത്രം തിരുനാളാണ്. ഓക്കെ, അടുത്ത എന്താണ്? ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചപ്പോൾ എപ്പോഴാണ്? 1857 ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കയർ ഫാക്ടറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അയർലൻഡുകാരൻ അല്ലെ, അയർലൻഡുകാരനായിട്ടുള്ള ജെയിംസ് ഡാറയും അതുപോലെ തന്നെ ഹെൻറി സ്മൈലും, ആരാണ്? ജെയിംസ് ഡാറയും ഹെൻറി സ്മൈലും ചേർന്ന് കേരളത്തിന്റെ ആദ്യത്തെ കയർ ഫാക്ടറി, അതായത് ഡാറാസ്മെയിൽ, എന്താണ്? ഡാറാസ്മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിച്ചത് 1859 അപ്പോഴത്തെ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ വൈദ്യശാസ്ത്രം അതുപോലെ തന്നെ ശരീരവിജ്ഞാനീയം എന്നീ വിഷയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? വൈദ്യശാസ്ത്രം അതുപോലെ തന്നെ ശരീരവിജ്ഞാനീയം എന്നിവയിൽ വിദഗ്ധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഉത്രം തിരുനാൾ എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഭരണസൗകര്യത്തിനായിട്ട് പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ 4 തിരുവിതാംകൂറിനെ തിരിച്ചു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ 4 തിരുവിതാംകൂറിനെ തിരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? അതായത് നമ്മുടെ ഈ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ അറിയോ? നമ്മുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത്, അതായത് ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാളാണ്. ഒന്നാം ഇത് നടക്കുന്ന സമയത്ത് ഭരണാധികാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് എന്നാണ്? 1857 ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്തത് എന്നാണ്? 1880 അപ്പൊ സ്ഥാപിക്കപ്പെട്ടത് 1857 പുതിയൊരു ബിൽഡിംഗ് സ്ഥാപിക്കുകയും ഇതിനെ അതിലോട്ട് മാറ്റുകയും ചെയ്തത് 1880 അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ഇതിന് നേപ്പിയർ മ്യൂസിയം എന്നുള്ള പേര് നൽകപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ മ്യൂസിയം ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ആരാണ്? അത് ആയില്യം തിരുനാളാണ്. ഓക്കെ, അപ്പൊ ഈ മ്യൂസിയം അതിനായിട്ട് ഇവർക്ക് മനുഷ്യനക്കായിട്ട് കാണാനായിട്ട് തുറന്നു കൊടുക്കുന്നത് നമ്മുടെ ആയില്യം തിരുനാളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ചാന്നാർ ലഹളയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത് കേട്ടോ. ഉത്രം തിരുനാളിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ കഥകളിയുടെ സ്വർണ്ണ കാലഘട്ടം, ഉഴിയം വേല, അതുപോലെ ചാന്നാർ സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമാണ് അല്ലെ, സാമൂഹ്യ പ്രക്ഷോഭമാണ്. അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? മേൽമുണ്ട് സമരം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പൊ ഇത് പുറപ്പെടുവിച്ചത് എപ്പോഴാണ്? 1859 ജൂലൈ 26 ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഉത്രം തിരുനാളിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി കുറച്ച് ആയില്യം തിരുനാളിനെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ആയില്യം തിരുനാൾ എന്താണ് അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പണ്ടാരപ്പാട്ട വിളംബരം എന്താണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നാണ്? 1860 to 1880 ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാ കാർട്ട. എന്താണ്? തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നാണ് പണ്ടാരപ്പാട്ട വിളംബരം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ജന്മികുടിയാൻ വിളംബരം നടത്തപ്പെട്ടത് എന്നാണ്? 1867 നടത്തിയിട്ടുണ്ടായിരുന്നത്. കാണപ്പാട്ട വിളംബരം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, എന്താണ്? കാണപ്പാട്ട വിളംബരം എന്നും അറിയപ്പെടുന്നുണ്ട്.
അപ്പൊ എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്? അതായത് ഈ 1865 നമ്മുടെ ഈ ഒരു പണ്ടാരപ്പാട്ട വിളംബരം വഴിയാണ് കുടിയാന് കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തത്. എന്താണ്? നമ്മുടെ ഈ വിളംബരം വഴിയാണ് കുടിയാന് സർക്കാരിന്റെ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ജന്മികുടിയാൻ വിളംബരം എന്ന് പറയുന്നത് എന്താണ്? ജന്മികുടിയാൻ വിളംബരം എന്ന് പറയുന്നത് 1867 നടക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? വസ്തുവില് കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി. അപ്പൊ നമ്മുടെ ഈ ജന്മികുടിയാൻ വിളംബരം എന്ന് പറയുന്നത് വസ്തുവിൽ കുടിയാനുള്ള അവകാശം കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകുന്നതായിരുന്നു ഈ ജന്മികുടിയാൻ വിളംബരം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തെന്ന് പറയുന്നത് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും എന്താണ്? വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് എന്താണ്? വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും നമ്മുടെ കൈസർ ഇ ഹിന്ദ് പദവി നേടുന്നത് ആയില്യം തിരുനാളാണ്. ആരാണ്? ആയില്യം തിരുനാളാണ്. അതുപോലെ തന്നെ നമ്മുടെ 1866 കേട്ടോ. എപ്പോഴാണ്? 1866 ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ എന്താണ്? ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയിട്ടുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ആയില്യം തിരുനാൾ എന്ന് പറയുന്നത്. എന്താണ്? 1866 നമ്മുടെ ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1866 എന്താണ്? ഈ സെയിം ഡേറ്റിൽ തന്നെ അദ്ദേഹത്തിന് മഹാരാജ പട്ടം നൽകിയത് വിക്ടോറിയ രാജ്ഞിയാണ്. ആരാണ്? മഹാരാജ പട്ടം നൽകിയിട്ടുണ്ടായിരുന്നത് വിക്ടോറിയ രാജ്ഞിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രം എന്ന് പറയുന്നത് എന്താണ്? സന്ദിഷ്ടവാദിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രം എന്ന് പറയുന്നത്. അപ്പൊ തപാൽ വകുപ്പ് എന്ന് പറയുന്നത് 1861 ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. തപാൽ വകുപ്പ് എന്ന് പറയുന്നത്, തപാൽ എന്ന് പറഞ്ഞാൽ അഞ്ചൽ അല്ലെ, അവിടുത്തെ എന്തായിരുന്നു? അഞ്ചൽ എന്നാണ്. അതായത് ഈ അഞ്ചല് 1861 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ. ഞാൻ ഇവിടെയൊന്നും വരയ്ക്കാത്തത് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ആരംഭിച്ചതാരാണ്? ആയില്യം തിരുനാളാണ്. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ക്രമീകൃത സെൻസസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് നമ്മുടെ സ്വാതി തിരുനാളാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യത്തെ ക്രമീകൃത സെൻസസ്, ഓർക്കണേ, ക്രമീകൃത സെൻസസ് നടപ്പിലാക്കിയത് എന്നാണ്? അത് 1875 മെയ് 18 ആയില്യം തിരുനാളാണ്. ആരാണ്? 1875 മെയ് 18 ആയില്യം തിരുനാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രമുഖർ ആരൊക്കെയാണ്? AR രാജരാജവർമ്മ, അതുപോലെ തന്നെ രാജ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നിവർ അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. ആരാണ്? AR രാജരാജവർമ്മ, അതുപോലെ തന്നെ രാജ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഈ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കുന്ന ഭരണാധികാരിയും ഈ ആയില്യം തിരുനാൾ തന്നെയാണ് കേട്ടോ. ഈ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ എവിടെയാണ്? ഹരിപ്പാട് തടവിലാക്കുന്നതും ആയില്യം തിരുനാൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തില് പ്രമുഖ ദിവാൻമാർ ആരൊക്കെയായിരുന്നു? നമ്മുടെ ടി മാധവറാവു, അതുപോലെ തന്നെ ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള. ആരൊക്കെയാണ്? ടി മാധവറാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്തെ പ്രമുഖ ദിവാൻമാർ. അദ്ദേഹത്തിന്റെ കാലത്തെ പ്രമുഖ ദിവാൻമാരായിരുന്നു ഇവരെന്ന് പറയുന്നത്. അതുപോലെ സെക്രട്ടേറിയറ്റ് എന്താണ്? സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിക്കുന്നത് ആരാണ്? സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. അപ്പൊ അത് പണി കഴിപ്പിച്ചത് ആരാണ്? 1869 1869 അന്നത്തെ ദിവാനായിരുന്ന മാധവറാവു. ആരാണ്? മാധവറാവു ആണ് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? വില്യം ബാർട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? വില്യം ബാർട്ടൺ ആണ്. ഇത് പണി കഴിപ്പിച്ച അന്നത്തെ ദിവാൻ എന്ന് പറയുന്നത് മാധവറാവു ആണ്. ആരുടെ കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിൽ. ആരുടെ കാലഘട്ടത്തിലാണ്? ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വേറൊരു കാര്യം എന്താണ്? നമ്മുടെ പുനലൂർ തൂക്കുപാലം അതുപോലെ തന്നെ MC റോഡിന്റെ പണി പൂർത്തിയായതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. എന്താണ്? പുനലൂർ തൂക്കുപാലം, MC റോഡിന്റെ പണി പൂർത്തിയായതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വർക്കല തുരങ്കം. വർക്കല തുരങ്കം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ലോ കോളേജ്. എന്താണ്? ലോ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം. എന്താണ്? ആലപ്പുഴ വിളക്കുമാടം, തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ്. തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള മാനസിക ആരോഗ്യ ആശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ
തുടങ്ങിയവയെല്ലാം സ്ഥാപിക്കപ്പെടുന്നത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ മലയാള നാടകത്തിന് മലയാളത്തിന്റെ നാടകം ഉണ്ടല്ലോ, അതിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം എന്ന് പറയുന്നതിന്റെ ഒരു പരിഭാഷയോട് കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്ത് രാജാവ് ആരായിരുന്നു? അത് ലഭിച്ച സമയത്ത് രാജാവ് എന്ന് പറയുന്നത് ആയില്യം തിരുനാളായിരുന്നു. ഓക്കെ, ആയില്യം തിരുനാളായിരുന്നു ആ സമയത്തെ രാജാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ആളെ കുറിച്ച് നോക്കിയാലോ. അടുത്ത ആളെന്ന് പറയുന്നത് വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാൾ എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ഭൂ സർവേ, ശ്രദ്ധിക്കണേ, സമ്പൂർണ്ണ ഭൂ സർവേ നടക്കുന്നത് 1883 വിശാഖം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നാണ് 1888 to 1885 ഓക്കെ. ഹൈക്കോടതി സ്ഥാപിക്കുന്നത് എന്നാണ്? 1887 ഹൈക്കോടതി, തിരുവിതാംകൂറിന്റെ ഹൈക്കോടതി സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 1884 ആദ്യത്തെ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെടുന്നത് വിശാഖം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. മുല്ലപ്പെരിയാറിന്റെ ഡാം, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടല്ലോ, ആ ഡാമിന് അന്തിമ അനുമതി നൽകിയത് ആരാണ്? വിശാഖം തിരുനാളാണ്. എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. എന്താണ്? മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകുന്നത് വിശാഖം തിരുനാളാണ്. അതുപോലെ ആ കരാറിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണ്? എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ മരച്ചീനി കൃഷി ഉണ്ടല്ലോ, മരച്ചീനി കൃഷിയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തിരുനാളിന്റെ സ്മരണാർത്ഥം നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളൊരു എന്താണ്? മരച്ചീനിയുടെ ഇനമാണ് ശ്രീ വിശാഖ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രീ വിശാഖ് എന്ന് പറയുന്ന ഒരു മരച്ചീനി ഇനമുണ്ട്. അത് വിശാഖം തിരുനാളിന്റെ നാമാർത്ഥം നമ്മൾ നാമകരണം ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ്. ഓക്കെ, അടുത്ത എന്താണ്? തിരുവിതാംകൂർ പോലീസിന്റെ സംവിധാനത്തെ പുനഃസംഘടിപ്പിച്ച് പരുത്തിമില്ലും ആരംഭിച്ചു. ഓക്കെ, ഇപ്പോൾ തിരുവിതാംകൂറിന്റെ പോലീസ് സംവിധാനത്തെ പുനഃസംഘടിപ്പിച്ചു. അതുപോലെ തന്നെ പരുത്തിമില്ല് നമ്മളിവിടെ പറഞ്ഞായിരുന്നു, 1884 ആദ്യത്തെ പരുത്തിമില്ല് ആരംഭിച്ചു. ഓക്കെ, അപ്പൊ വിശാഖം തിരുനാളിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. അദ്ദേഹമാണ് ഇതിന് അനുമതി നൽകുന്നത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ അതാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്. അടുത്തത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീമൂലം തിരുനാൾ, 1885 to 1924. ഓക്കെ, ജന്മികുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയത് എന്നാണ്? 1896 തിരുവിതാംകൂറിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് 1888 മാർച്ച് 30 8 മെമ്പേഴ്സോട് കൂടിയിട്ടാണ്. എന്താണ്? തിരുവിതാംകൂറിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വരുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. നിലവിൽ വന്നത് 1888 മാർച്ച് 30 8 അംഗങ്ങളോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ നിയമനിർമ്മാണ സഭ ആരംഭിക്കാനായിട്ട് മുൻകൈ എടുത്തത് ആരാണ്? മുൻകൈ എടുത്തത് ടി മാധവറാവു ആണ്. അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണ്? പിന്നാക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി, സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം സൗജന്യമാക്കി. ഓക്കെ, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും സർക്കാർ സ്കൂളുകളിലേക്ക് പ്രവേശനം സൗജന്യമാക്കുകയും ചെയ്തത് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭ ആയത് എന്നാണ്? 1904 ശ്രീമൂലം പ്രജാസഭ ആയത് എന്നാണ്? 1904. അപ്പൊ എന്താണ് നമ്മൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭ ആയത് എന്നാണ്? 1904. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ. അപ്പൊ ഇത് ആരംഭിച്ചതെന്ന് പറഞ്ഞത് എന്നാണ്? 1904 ഒക്ടോബർ 1 കേട്ടോ. എന്നാണ്? ഒക്ടോബർ 1 ഇത് ആവുന്നത്. അപ്പൊ നമ്മുടെ ശ്രീമൂലം ഇത് ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 1904 ഒക്ടോബർ 22. അപ്പൊ ഈ ശ്രീമൂലം പ്രജാസഭയുടെ സമ്മേളനത്തിൽ അഥവാ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് 88 പേരാണ്. എത്ര പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? 88 പേരാണ് ശ്രീമൂലം പ്രജാസഭയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ യോഗം നടന്നത് എവിടെയാണ്? നമ്മുടെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. എവിടെയാണ്? വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലാണ്. അപ്പൊ നമ്മുടെ 2019 ഉണ്ടല്ലോ,
ഇതിനെ വന്നിട്ട് നമ്മൾ അയ്യങ്കാളി ഹാൾ, എന്താണ് അയ്യങ്കാളി ഹാൾ എന്ന് നമ്മൾ നാമകരണം ചെയ്തപ്പോൾ അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 2019 ഓക്കെ. അപ്പോൾ ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്ന ആരാണ്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ ശ്രീമൂലം പ്രജാസഭ അതൊരു സഭയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ അംഗമാവാനുള്ള എന്താണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 100 രൂപ. ഓക്കെ, എന്താണ് 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി, എന്താണ് 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവരോ അല്ലെങ്കിൽ വാർഷിക വരുമാനം 6000-ൽ കൂടുതൽ ഉള്ളവരോ, ഒന്നില്ലെങ്കിൽ എന്താണ് ഭൂനികുതി 100 രൂപയിൽ കൂടുതൽ അടയ്ക്കുന്നവരോ അല്ലെങ്കിൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 6000 രൂപ. ഓക്കെ, 6000 രൂപയിൽ കൂടുതൽ ഉള്ളവരോ ആണ് ഇതിന്റെ സഭയിൽ ചേരാനായിട്ടുള്ള യോഗ്യതയുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഇതിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നിയമം വന്നത് എന്നാണെന്നറിയോ? 1905-ലാണ്. 1905-ലാണ് ഈ നിയമത്തിനൊരു മാറ്റം വരുന്നത്. എന്നാണ്? 1905-ലാണ്. ഓക്കെ, 1905. ഓക്കെ, അപ്പൊ എന്തായിരുന്നു മാറ്റം? അപ്പൊ ഇതിന്റെ പ്രധാന ഇതെന്ന് പറയുന്നത് ഈ ഒരു മാറ്റം വന്നത് 1905 മെയ് 1-നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ആകെ അംഗസംഖ്യ ആയിട്ടുണ്ടായിരുന്ന 100-ൽ 77 പേരെ ജനങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കുകയും 23 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും. എന്താണ് ഈ നിയമത്തോട് കൂടിയിട്ട് ആകെ ടോട്ടൽ 100 പേരാണെന്നുണ്ടെങ്കിൽ 77 പേരെ ജനങ്ങൾ തെരഞ്ഞെടുക്കുകയും 23 പേര് നാമനിർദ്ദേശപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയമപ്രകാരം ഈ തെരഞ്ഞെടുപ്പ് സഭയിലേക്കും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റം എന്താണ്? അപ്പൊ 100 രൂപ എന്നുള്ളത് മാറിയിട്ട് 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവരും 2000 രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനമുള്ളവരും സർവകലാശാല ബിരുദം ഇതിലേതെങ്കിലും ഒന്ന്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന്. ഒന്നില്ലെങ്കിൽ സർവകലാശാലയുടെ ബിരുദം ഉണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 2000-ൽ കുറയാത്തതായിരിക്കണം, ഇല്ലെങ്കിൽ 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവരായിരിക്കണം. അപ്പൊ ഈ ഒരു നിയമത്തോട് കൂടിയിട്ട് നിലവിൽ വന്നത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശ്രീമൂലം പ്രജാസഭയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? അടുത്തെന്ന് പറയുന്നത് 1904-ൽ ആദ്യത്തെ റെയിൽ ലൈൻ നിലവിൽ വരുന്നത് കൊല്ലം ടു ചെങ്കോട്ടയാണ്. സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഭരണാധികാരി ആരാണ്? അത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, ആദ്യത്തെ റെയിൽ ലൈൻ കൊല്ലം ടു ചെങ്കോട്ട സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. നിലവിൽ വന്നത് 1904-ലാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, അപ്പൊ മുല്ലപ്പെരിയാർ ഉദ്ഘാടനം ചെയ്തപ്പോഴുള്ള രാജാവ് അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാളിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ, അപ്പൊ അത് എഴുതി കൊടുത്തത് വിശാഖം തിരുനാളാണ്, പക്ഷെ ഇത് ഉദ്ഘാടനം ചെയ്തപ്പെട്ട സമയത്തെ രാജാവ് എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. ആ സമയത്തെ അവരുടെ ദിവാൻ എന്ന് പറയുന്നത് രാമയ്യൻകാരാണ്. ഓക്കെ, അപ്പൊ 1866 കേട്ടോ. എപ്പോഴാണ്? 1866 ഈ പാട്ടക്കരാറ് ഒപ്പുവെച്ച സമയത്ത് 1866 പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ ഭരണാധികാരി, മുല്ലപ്പെരിയാറിന്റെ കരാർ ഒപ്പുവെച്ച സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, അപ്പൊ അത് ഒപ്പുവെച്ച ആൾ കേട്ടോ, ഈ ലീസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ച ആളാണ് രാമയ്യൻകാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. അതിന് അന്തിമ അനുമതി നൽകിയത് വിശാഖം തിരുനാളാണ്, പക്ഷെ അതിന്റെ ഉദ്ഘാടനം ചെയ്ത സമയത്തും അത് ഒപ്പുവെച്ച സമയത്ത് ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ നിലവിൽ വരുന്നത് എന്നാണ്? 1891 ജനുവരി 1-ാം തീയതി. 1891 ജനുവരി 1. അപ്പൊ എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ തിരുവിതാംകൂറിന്റെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അമിത പ്രാധാന്യം, അതായത് നമ്മുടെ തിരുവിതാംകൂറിന്റെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായിട്ട് GP പിള്ള, ആരാണ്? GP പിള്ളയുടെ നേതൃത്വത്തിൽ 1028 പേര്. എത്രയാണ്? 1028 പേര് കേട്ടോ. 1028 പേര് ഒപ്പിട്ടിട്ടുണ്ടായിരുന്ന ഒരു നിവേദനം നമ്മുടെ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിന് പറയുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. എന്താണ്? മലയാളി മെമ്മോറിയൽ. അപ്പൊ ഇതിൽ ആദ്യം ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോനാണ്. മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ
പൽപ്പുവാണ്. ഓക്കെ, അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ദിവാൻ ആരായിരുന്നു? ടി രാമറാവു. നടക്കുന്ന സമയത്ത് ദിവാൻ എന്ന് പറയുന്നത് ടി രാമറാവു ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം, ഇത് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് അല്ലെ. തിരുവിതാംകൂറുകാർക്ക് എന്ന പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യം ഇറക്കിയത് ആരാണ്? JP പിള്ളയാണ്. അതുപോലെ തന്നെ ബാരിസ്റ്റർ JP പിള്ള തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ JP പിള്ള എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു. കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഉണ്ട്. എന്താണ്? നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ JP പിള്ള എന്ന് പറയുന്നത്. ബാരിസ്റ്റർ JP പിള്ള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, നമ്മുടെ ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ എഴുതിയെടുക്കുക കേട്ടോ, മറക്കണ്ട. ഓക്കെ, അടുത്തത് ആരാണ്? പുരാടം തിരുനാള് സേതുലക്ഷ്മിബായി. പുരാടം തിരുനാള് സേതുലക്ഷ്മിബായി ആണ് അടുത്ത വ്യക്തി എന്ന് പറയുന്നത്. അവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 1924 ടു 1931. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മുടെ ചിത്തിര തിരുനാൾ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് ഭരണം ഏറ്റെടുക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 1924 ടു 1931. ഓക്കെ, അപ്പൊ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി മൃഗബലി നിരോധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ദേവദാസി സമ്പ്രദായം തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ദേവദാസി സമ്പ്രദായം നിരോധിച്ചു. ബഹുഭാര്യാത്വം കുറ്റാർഹമാണെന്ന് വിധിച്ചു. അതുപോലെ തന്നെ മരുമക്കത്തായം നിരോധിക്കുകയും മക്കത്തായം നിലവിൽ കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ സേതുലക്ഷ്മിബായിയെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചു. തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ബഹുഭാര്യാത്വം കുറ്റകരമാണെന്ന് കണ്ടെത്തി. മരുമക്കത്തായം നിർത്തലാക്കുകയും മക്കത്തായം കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള ഒരു കാര്യമാണ് വർത്തമാന പത്ര നിയമം. വർത്തമാന പത്ര നിയമം പാസ്സാക്കുന്നത് 1926 പുരാടം തിരുനാൾ സേതുലക്ഷ്മിബായിയാണ്. ഉച്ചഭക്ഷണ പദ്ധതി, അതായത് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടല്ലോ, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചിട്ട് ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുവരുന്നത് നമ്മുടെ പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായിയാണ്. അപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ മുഴുവൻ സമയം ദിവാൻ പദവി വഹിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ യൂറോപ്യൻ എന്ന് പറയുന്നത് EM വാട്ട്സ് ആണ് കേട്ടോ. EM വാട്ട്സ് ആണ് അവരുടെ കാലഘട്ടത്തിൽ മുഴുവൻ സമയവും ദിവാൻ പദവി വഹിച്ചിട്ടുണ്ടായിരുന്നത്. ME വാട്ട്സ് കേട്ടോ, EM അല്ല, ME വാട്ട്സ് ആണ്. ആരാണ്? ME വാട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ്? അതായത് ഗാന്ധിജി സന്ദർശിക്കുന്നതിൽ സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം എന്ന് പറയുന്നത് 1925 ഓക്കെ, അതുപോലെ 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിക്കുന്നത് പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായിയാണ്. ഓക്കെ, തിരുവനന്തപുരം നമ്മുടെ പട്ടണം വൈദ്യുതീകരിക്കുന്നത് പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായിയാണ്. അപ്പോൾ ഒന്നാം നായർ ആക്ട് പാസ്സാക്കുന്നത് ആരാണ്? നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. ഒന്നാം നായർ ആക്ട് പാസ്സാക്കുന്നത് ശ്രീമൂലം തിരുനാളാണ് 1912. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പാസ്സാക്കുന്നത് ആരാണ്? രണ്ടാമത്തെ പാസ്സാക്കുന്നത് 1925 പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയമത്തോട് കൂടിയിട്ടാണ് മരുമക്കത്തായം കേട്ടോ, മരുമക്കത്തായം അവസാനിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സേതുലക്ഷ്മിബായിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ വൈക്കം സത്യാഗ്രഹം ഉണ്ടല്ലോ, ഇത് അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് സേതുലക്ഷ്മിബായിയാണ്. ഇത് തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു, അവസാനിക്കുമ്പോൾ പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു വ്യക്തിയെ കുറിച്ച് നോക്കിയാലോ. അവസാനത്തെ ആളാണ് കേട്ടോ, ശ്രീ ചിത്തിര തിരുനാൾ. ഭരണകാലഘട്ടം എന്നാണ് 1931 ടു 1949. ഓക്കെ, തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത്. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത്.
അദ്ദേഹം ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് കടൽ യാത്ര, സമുദ്രയാത്ര നടത്തിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഭരണാധികാരിയാണ്. പോപ്പിനെ സന്ദർശിച്ചു, വധശിക്ഷ നടപ്പിലാക്കി, അതുപോലെ തന്നെ നിർത്തലാക്കി, അതുപോലെ തന്നെ പ്രായപൂർത്തി വോട്ടവകാശം 1940 പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവരുന്നത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിൽ PSC സ്ഥാപിച്ചു. തിരുവിതാംകൂർ PSC സ്ഥാപിക്കുന്നത് എന്നാണ് 1936 സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുന്നത് 1937 അതുപോലെ തന്നെ ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് സർവീസ് സ്ഥാപിക്കുന്നത് എന്നാണ് 1938 ഈ 1938 തന്നെയാണ് നമ്മുടെ വിധവ പുനർവിവാഹ നിയമം നിലവിൽ വരുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നതാണ് കേരളത്തിന്റെ ആദ്യത്തെ പദ്ധതിയിൽ നമ്മുടെ പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ, ഓക്കെ, ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ നിലവിൽ വരുന്നത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ 1940 നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തേക്കടി അല്ലെങ്കിൽ പെരിയാറ് കേരളത്തിന്റെ ഏറ്റവും വലുതും ആദ്യത്തതുമായിട്ടുള്ള വന്യജീവി സങ്കേതം. എന്താണ്? വന്യജീവി സങ്കേതവുമായിട്ടുള്ള തേക്കടി അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതം രൂപീകരിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണ്, നമ്മുടെ തിരുവനന്തപുരത്തെ റേഡിയോ നിലയം സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് നിലവിൽ വന്നതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ പരിഷ്കരിച്ചിട്ടാണ് ഇപ്പൊ കാണുന്ന പലതും ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? PGN ഉണ്ണിത്താനാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ എന്ന് പറയുന്നത് PGN ഉണ്ണിത്താനാണ്. ഓക്കെ, അതുപോലെ തന്നെ ചിത്തിര തിരുനാളിന്റെ പ്രമുഖ ദിവാൻ ആയിരുന്നു? സർ CP അയ്യരായിരുന്നു. ഓക്കെ, അദ്ദേഹം ചുമതലയേൽക്കുന്നത് 1936 കേട്ടോ. അപ്പോ ഇദ്ദേഹത്തിന്റെ പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ സർവകലാശാലയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ആദ്യത്തെ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ നമ്മുടെ എന്താണ് ചാൻസലർ കേട്ടോ. ഇതിന്റെ ആദ്യത്തെ ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ചിത്തിര തിരുനാളാണ്. ഇതിന്റെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. അതുപോലെ തന്നെ 3 സർവകലാശാലകളിലും വൈസ് ചാൻസലർ പദവി വഹിച്ചിട്ടുള്ള ആളായിരുന്നു സർ CP അയ്യർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഏതിലൊക്കെയാണ് വഹിച്ചിട്ടുള്ളത്? തിരുവിതാംകൂർ, അതുപോലെ തന്നെ ബനാറസ്, അണ്ണാമലൈ, ഈ 3 യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം അസിസ്റ്റന്റ് വൈസ് ചാൻസലർ ആയിട്ട് അദ്ദേഹം പദവി വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടല്ലോ, ഇത് പുറപ്പെടുവിക്കാനായിട്ട് നമ്മുടെ ചിത്തിര തിരുനാളിനെ അദ്ദേഹമാണ് ഒന്ന് നിർബന്ധിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സ്വതന്ത്ര തിരുവിതാംകൂറിന്റെ പ്രഖ്യാപനം നടത്തുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ നമ്മുടെ തിരുവിതാംകൂർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത് നാട് നീങ്ങുന്നത് 1991 അദ്ദേഹം നാട് നീങ്ങുന്നത്. ഓക്കെ, അപ്പൊ ട്രാവൻകൂറിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഇത് മാത്രം പോരാ, നിങ്ങൾ റാങ്ക് ഫയലും കൂടെ ഒന്ന് റെഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ഫയലും കൂടെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന പോയിന്റ്സും കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക് നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രം, മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ എന്നുള്ള ഈ ഒരു ടോപ്പിക് നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സക്സസ്ഫുള്ളി നമ്മൾ 5ാമത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് നമുക്ക് എടുക്കാനായിട്ടുള്ളത്. അത് വേറൊരു ദിവസമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക, ആവശ്യമുള്ള ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.